അല്ലേ? ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് ഈ പണിമുടക്ക് നടന്നത്? ഭാഗികമായി അങ്ങും ഇങ്ങും മറ്റുള്ള ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമൊക്കെ നടന്നു. അതേപോലെ തന്നെ തിരുവനന്തപുരത്തും അതേപോലെ തന്നെ കൊല്ലത്തുമൊക്കെ പൂർണ്ണമായിട്ട് ഏകദേശം പൂർണ്ണമായിട്ടുള്ള രീതിയിലൊക്കെ നടന്നു. ബാക്കിയുള്ള ആളുകളൊക്കെയും അവരുടെ ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പുറത്തിറങ്ങി. പക്ഷേ ഈ പൂർണ്ണമായിട്ടും ഭാരത് ബന്ദ് ഒരു വിജയകരമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിജയകരമൊന്നുമല്ല. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഗുണ്ടകളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു പരാജയമായി തീർന്നേനെ. ആരാണ് ഈ ഗുണ്ടകൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ചില പാർട്ടിയുടെ അനുഭാവികൾ അല്ലെങ്കിൽ ഈ പറയുന്ന സമരാനുകൂലികൾ എന്ന് പറയപ്പെടുന്ന ആളുകളാണ് ഈ ഗുണ്ടകളെന്ന് പറയുന്നത്. അതായത് ഈ പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പാർട്ടിയിൽ 100 പേരുണ്ടെങ്കിൽ അതായത് ഇതൊരു ശതമാനത്തിന്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ 100%-ൽ 25% ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും. അതായത് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ഒരാളായിരിക്കാം. ബാക്കി 75% ആളുകളും ഈ പറയുന്ന ഗുണ്ടകൾ തന്നെയാണ്. അതായത് എന്തിനും ഏതിനും അവരെ അടിക്കാനും പിടിക്കാനും കുത്താനും വെട്ടാനും ഒക്കെ നിൽക്കുന്ന ആളുകളാണ് ഈ പാർട്ടിയിലുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടി നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരുടെ പ്രവർത്തനങ്ങൾ